നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ക്രിസ്തുമസ് ആണ്. കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ 2024 പിറവിയെടുക്കുകയാണ്. എന്തായാലും ഈ പുതുവർഷത്തിൽ വിവാഹിതരാകാൻ കാത്തിരിക്കുന്നവർക്ക്, വിവാഹമൊക്കെ നിശ്ചയിച്ചവർക്ക് ഒരു അപൂർവ അവസരം ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും സഞ്ചരിച്ച നവകേരള ബസ്സിൽ നിങ്ങളുടെ വിവാഹയാത്ര സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. വിവാഹം മാത്രമല്ല, വിനോദത്തിന് പോകാം, തീർത്ഥയാത്രയ്ക്ക് പോകാം. ശുചിമുറിയുള്ള ഇത്തരം ബസ്സുകൾ നമ്മുടെ നാട്ടിൽ തീരെ കുറവാണ്. ആ നിലയ്ക്ക് തിരുവനന്തപുരത്തുകാരൻ കാസർകോട്ടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എങ്കിൽ കാസർകോട്ടെ വധുവിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ മൂത്രശങ്ക കൂടാതെ യാത്ര ചെയ്യാൻ ഈ ബസ് വളരെയധികം ഉപകാരപ്പെടും. ഈ ഭരണകാലത്ത് പിണറായി സഖാവ് അങ്ങനെ ഒരു ഉപകാരം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വേറെ പലതും കുളമാക്കിയെങ്കിലും സാധാരണക്കാരന് പോലും വലിയ ചെലവില്ലാതെ യാത്ര ചെയ്യാൻ ഇതാ ഒരു ആഡംബര ബസ്. ഒരു ദിവസം വെറും 8,000 രൂപ കൊടുത്താൽ മതിയത്രേ. പോരെ? ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? നവകേരള സദസ്സ് കഴിയുമ്പോൾ നവകേരള സദസ്സിൽ എത്ര പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കി, അത് എത്രത്തോളം സക്സസ് ആയി, ഇതൊന്നും ആയിരുന്നില്ല പലരുടെയും അറിയാനുള്ള ആകാംക്ഷയുള്ള വിഷയങ്ങൾ. ഏറ്റവും കൂടുതൽ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചത് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ യാത്ര ചെയ്ത ആ ബസ്സിന് എന്ത് സംഭവിച്ചു. അത് ഇപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ആ ബസ് ഇപ്പോൾ എവിടെയാണ്? ഇതൊക്കെയായിരുന്നു ആ ദിവസങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യങ്ങൾ. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന്റെ ഭാവി തീരുമാനമായിരിക്കുകയാണ്. ആദ്യം ബസ് നമ്മുടെ തലസ്ഥാനത്തുൾപ്പെടെ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും. പിന്നീട് വാടകയ്ക്ക് നൽകും. വിവാഹം, വിനോദം, തീർത്ഥാടനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നവകേരള ബസ് വാടകയ്ക്ക് ലഭിക്കും. KSRTCയുടെ പേരിലാണ് ബസ് വാങ്ങിയിട്ടുള്ളത്. KSRTCക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിന്റെ ചുമതലയെല്ലാം. വാടക എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളെക്കാൾ കുറവായിരിക്കും. ദിവസം 8,000 രൂപ വരെ ഈടാക്കാം എന്ന് ചർച്ച വന്നിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷമാകും ബസ് KSRTCക്ക് വിട്ടുകൊടുക്കുക. അതിനുശേഷം പുതിയ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. KSRTCയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് സാധ്യത. 25 പേർക്കാണ് ഇരിക്കാനുള്ള സീറ്റ് ഉള്ളത്. ശുചിമുറിയുള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവാണ്. ഇതിനകം 700-ലധികം പേർ ബസ് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിച്ച് KSRTC അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. 1.25 കോടി മുടക്കിയാണ് ഭാരത് ബൻസിന്റെ ബസ് വാങ്ങിയത്. എന്തായാലും അത് വെറുതെ ആയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഔദ്യോഗിക സമാപനം കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങിയത് ഔദ്യോഗിക വാഹനങ്ങളിലാണ്. 36 ദിവസം യാത്രയ്ക്ക് ഉപയോഗിച്ച നവകേരള ബസ് പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി. മന്ത്രിമാരൊക്കെ കാറുകളിലാണ് വട്ടിയൂർക്കാവിലെ വേദിയിൽ നിന്നും തിരികെ മടങ്ങിയത്. കാനം രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ പ്രചരണം ജനുവരി 1, 2 തീയതികളിലാണ് നടക്കുന്നത്. അതിനുശേഷമാവും നവകേരള ബസ് KSRTCക്ക് കൈമാറുക. നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി 1 കോടിയിലേറെ രൂപ ചിലവഴിച്ച് വാങ്ങിയ ബസ് ആഡംബര വാഹനമാണ് എന്നാണ് ആദ്യം ഉയർന്നിരുന്ന ആരോപണം. ബസ്സിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി 180 ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര ഉണ്ടായിരുന്നു. ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയത് വാർത്തയായിരുന്നു. കോൺട്രാക്ട് കാരേജ് ആണ് എങ്കിലും നിലവിലെ വെള്ള നിറം നവകേരള ബസ്സിന് ബാധകമായിരുന്നില്ല. നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് AC പ്രവർത്തിപ്പിക്കാനും കോഫി, ടീ മേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ബസ്സിലുണ്ട്. ഭാവിയിൽ VVIP യാത്രകൾക്ക് കൂടി വേണ്ടിയാണ് ഭാരത് ബൻസിന്റെ 12 മീറ്റർ ഷാസിയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ISRTCയുടെ ടൂർ ആവശ്യത്തിനും ഈ ബസ് ഉപയോഗിക്കാം. VVIP പരിരക്ഷ നൽകുന്നതോടെ നിലവിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ സൗകര്യങ്ങൾ ബസ്സിൽ ഒരുക്കാൻ സാധിച്ചു. സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നവകേരള ബസ്സിന് അനുമതി നൽകിയിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത നവകേരള ബസ് പോലീസ് സംരക്ഷണത്തിൽ പേരൂർക്കട SIP ക്യാമ്പിലേക്ക് മാറ്റി. എറണാകുളത്ത് 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച സദസ്സുകളിലേക്ക് പോകുന്നതിന് ബസ് ജനുവരി 1, 2 തീയതികളിൽ സജ്ജമാക്കും. അതിനിടയിൽ KSRTCയുടെ പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിൽ എത്തിച്ച് പരിശോധന നടത്തും. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ ജില്ലാ തലത്തിൽ പരിഗണിച്ചു വരുന്നതേയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 45 ദിവസം കഴിഞ്ഞു മാത്രമേ നടപടികളിലേക്ക് കടക്കൂ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ചില ഘടകകക്ഷി മന്ത്രിമാരും ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുത്തു. മറ്റുള്ള മന്ത്രിമാർ ക്രിസ്തുമസ് പരിപാടികൾ പങ്കെടുക്കുന്നതിന് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും ബസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള സകല ജനങ്ങളുടെയും ഒരു ആകാംക്ഷ വിഷയമായി ഇങ്ങനെ തുടർന്നത്. ബസ്സിന് ഇനി എന്ത് സംഭവിക്കും? ബസ്സിന് എവിടെ കിടക്കും? ബസ്സിന് അപകടങ്ങൾ മീൻസ് ഇത്രയും കാശ് മുടക്കി ഉണ്ടാക്കിയെടുത്ത ആ ബസ്സിന് വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ മറ്റു പല കേസുകളിലും ആരംഭശൂരത്വം എന്നതുപോലെ പറഞ്ഞതൊന്ന് പ്രവർത്തിച്ചതൊന്ന് എന്ന മട്ടിലായാൽ ഇതും ഒരു നാശമായി മാറും, അല്ലെങ്കിൽ ഒരു നഷ്ടമായി മാറും എന്ന് തന്നെ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.